ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ആറ്റുകാൽ പൊങ്കാലയെപ്പറ്റി പറയാനാണ് വന്നത്. അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ. നമ്മൾ ആ ശിവലിംഗത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്തുകൊണ്ടാണ് മഹാദേവനെ ലിംഗരൂപത്തിൽ ആരാധിക്കുന്നത് എന്നുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയെന്ന് കാണണം. എല്ലാവരും അഭിപ്രായമൊക്കെ പറയണം. ഇനി നമ്മൾ ആറ്റുകാൽ പൊങ്കാലയെപ്പറ്റി പറയാം. 17-ാം തീയതി, അതായത് ഫെബ്രുവരി 17-ാം തീയതി കാർത്തിക നാളിൽ, കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ആണ് ഉത്സവം. ആറ്റുകാൽ അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്നത്. കാപ്പ് കെട്ടി ദേവിയെ കുടിയിരുത്തുന്നത് മുതലാണ് ഉത്സവം തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് തോറ്റം പാട്ടുകളുണ്ട്. അതായത് കണ്ണകി ചരിതം ദിവസവും ഓരോരോ ഭാഗങ്ങളായിട്ട് വായിക്കും. അതാണ് തോറ്റം പാട്ടെന്ന് പറയുന്നത്. പിന്നെ കുത്തിയോട്ടമുണ്ട്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകളെന്ന് പറയുന്നത്. കുംഭമാസത്തിലെ കാർത്തികം മുതൽ ഉത്രം നാൾ വരെയാണ് ഉത്സവം നടക്കുന്നത്. അതിൽ പൂരം നാളിലാണ് പൊങ്കാല ഇടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, ഒരു വലിയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിലേക്ക് അടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ജനത്തിരക്കാണ്. ഞാൻ മിനിഞ്ഞാന്ന് ഞാൻ കവടിയാർ ഭാഗത്ത് കണ്ടു. അവിടെയൊക്കെ ഇപ്പോഴേ ആളുകൾ സ്ഥലം പിടിച്ചു വെച്ചിരിക്കുകയാണ്. കല്ലൊക്കെ വെച്ച് ചരടൊക്കെ കെട്ടി ഇരിക്കുന്നു. അപ്പോൾ ഉത്സവം തുടങ്ങി പോലുമില്ല, അതിന് മുമ്പേ തന്നെ ആളുകൾ സ്ഥലമൊക്കെ അവരവരുടെ സ്ഥലങ്ങളെല്ലാം സുരക്ഷിതമായി വെക്കാനുള്ള തത്രപ്പാടിലാണ്. അതുപോലെ ഇഷ്ടികകളെല്ലാം വന്നു കഴിഞ്ഞു, കലങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പോഴേ തന്നെ തിരുവനന്തപുരം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തു. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും പൊങ്കാലയുടെ കാര്യങ്ങളാണ്. ബോർഡും പിന്നെ ദേവിയുടെ ആ ഒരു രൂപങ്ങളും ഒക്കെ വെച്ചു കഴിഞ്ഞു. അപ്പോൾ അത്രയും വലിയ വിശേഷമാണ് ആറ്റുകാൽ പൊങ്കാല. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് വന്ന് ആളുകൾ പൊങ്കാല ഇടുന്നത്. വരാത്തവരൊക്കെ അന്നത്തെ ദിവസം, അതായത് ഫെബ്രുവരി 25-ാം തീയതി ദിവസം വരാൻ പറ്റാത്തവരെല്ലാവരും അവരവരുടെ വീടുകളിൽ പൊങ്കാല ഇടണം. ആ സമയത്ത് നമ്മൾ പൊങ്കാല ഇട്ടാൽ മതി. ആ തളിക്കേണ്ടുന്ന സമയത്ത് നമ്മൾ തന്നെത്താനെ ദേവിയെ മനസ്സ് വിചാരിച്ച് തളിക്കണം. ഇനി എല്ലാവരുടെയും ഒരു സംശയമാണ്, എന്നു മുതലാണ് നമ്മൾ വ്രതം എടുക്കേണ്ടതെന്ന്. സാധാരണ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് നമ്മൾ ഈ 17-ാം തീയതി മുതൽ, അതായത് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്ന അന്നു മുതൽ വ്രതത്തിലിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് അന്ന് മുതൽ 17-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ശുദ്ധാഹാരത്തിലിരിക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും നല്ലത്. അതായത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി ദിവസവും രാവിലെയും വൈകുന്നേരവും സഹസ്രനാമം, ദേവി സഹസ്രനാമം, ദുർഗാ സപ്തശ്ലോകി ഇതൊക്കെ ജപിച്ച് ഇരിക്കുന്നത് അങ്ങേയറ്റം നല്ലതാണ്. അതല്ലെങ്കിൽ 5 ദിവസം വ്രതം എടുക്കാം, 7 ദിവസം എടുക്കാം, അതല്ലെങ്കിൽ 3 ദിവസം വ്രതം എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം. ഇനി പുതിയ മൺകലമാണ് ഏറ്റവും ഉത്തമം. കഴിഞ്ഞ വർഷം ഇട്ട കലം നമ്മൾ ഈ വർഷം ഉപയോഗിക്കാൻ പാടില്ല. പുതിയ ഒരു മൺകലം മേടിച്ചിട്ട് തന്നെ വേണം പൊങ്കാല ഇടാൻ. ഇപ്പോൾ ഓരോരുത്തരും അലൂമിനിയം കലത്തിലും സ്റ്റീൽ കലത്തിലും ഒക്കെ ഇടുന്നുണ്ട്. പക്ഷേ മൺകലമാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നമ്മൾ പൊങ്കാല ഇടുമ്പോൾ ശർക്കര പൊങ്കൽ, അത് വലിയ വിശേഷമാണ്. ഏറ്റവും നല്ലത് ശർക്കര പൊങ്കലാണ്. പിന്നെ വെള്ള നിവേദ്യം ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വഴിപാടുകളാണ്. പിന്നെ പാൽപ്പായസം വെക്കാറുണ്ട്, തെരളി ഉണ്ടാക്കാറുണ്ട്, മണ്ടപ്പുറ്റുണ്ടാക്കാറുണ്ട്. ഈ മണ്ടപ്പുറ്റ് നിവേദ്യം വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? അതായത് നമുക്കിപ്പോൾ വിട്ടുമാറാത്ത തലവേദന, അങ്ങനെയുള്ളവർക്ക്, ചെന്നിക്കുത്ത് പോലെയുള്ള തലവേദനകളുള്ളവർക്ക്, അതുപോലെ സൈനസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തലവേദന എടുത്ത് ബുദ്ധിമുട്ടുന്നവർക്ക്, ഇങ്ങനെ നമുക്ക് തല സംബന്ധമായ, അതായത് ശിരോസംബന്ധമായ രോഗങ്ങളുള്ള ആളുകൾ ദേവിയെ പ്രാർത്ഥിച്ചിട്ട് മണ്ടപ്പുറ്റ് വഴിപാട് ചെയ്താൽ, അതായത് ഈ പൊങ്കാല ഇടുന്ന സമയത്ത് മണ്ടപ്പുറ്റും കൂടെ ആ കൂട്ടത്തിൽ നമ്മൾ ചെയ്താൽ, അതായത് ശർക്കര പൊങ്കലിട്ട് നമ്മൾ വാങ്ങിയതിന് ശേഷം ആ അടുപ്പിൽ തന്നെ നിങ്ങൾക്ക് മണ്ടപ്പുറ്റും ഉണ്ടാക്കാം.
അതല്ലെങ്കിൽ 2 അടുപ്പായിട്ട് വെക്കാം. എങ്ങനെയാണെങ്കിലും ചെയ്യും. സാധാരണ ഒരടുപ്പാണ്. ആ ശർക്കര പൊങ്കൽ വാങ്ങിയതിന് ശേഷം ആ അടുപ്പിൽ തന്നെ വണ്ടപ്പുറ്റുമുണ്ടാക്കി വെക്കാറുണ്ട്. അത് വളരെ ഉത്തമമാണ്. നമ്മുടെ ഈ വിട്ടുമാറാത്ത തലവേദനകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. ഒരുപാട് അനുഭവസ്ഥരുണ്ട്, ഞാനും അനുഭവസ്ഥയാണ്. ഇതൊക്കെ നമ്മുടെ ഓരോ വിശ്വാസങ്ങളാണ് അല്ലേ. ആ വിശ്വാസങ്ങൾ നമ്മൾ വിശ്വസിക്കുക, നമുക്കതിന് ഫലം തരും, ഭഗവാൻ തരുമെന്ന് വിശ്വസിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം പ്രധാനമായും പറയാനുള്ളത്, നമ്മൾ അടുപ്പ് കത്തിച്ച് ആ സമയത്ത് അടുപ്പ് കത്തിച്ച് നമ്മൾ അരി വെള്ളം ചൂടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരിയിടും. അരിയിട്ടതിന് ശേഷം നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്? അവിടെ ഇരുന്ന് ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത്, ശർക്കരയും പഴമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കും, തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കും. ഈ സമയത്ത് നിങ്ങളിതെല്ലാം ചെയ്യാം. പക്ഷേ ഈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയാൻ പാടില്ല. നമ്മൾ ഈ ജോലികൾ ചെയ്യുന്ന സമയം മുഴുവൻ, അതായത് നമ്മളുടെ പൊങ്കാല നമ്മൾ വാങ്ങി വെക്കുന്നിടം വരെ നമ്മൾ പരമാവധി സമയം പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് നിങ്ങളുടെ ജോലികൾ, അതായത് പൊങ്കാല ഇടുമ്പം നമ്മൾ അടുപ്പിൽ തീ നീക്കേണ്ടി വരും, പഴങ്ങളുണ്ടെങ്കിൽ അത് അരിയേണ്ടി വരും, ശർക്കരയൊക്കെ എടുത്ത് വെക്കേണ്ടി വരും, ഇങ്ങനെ തേങ്ങയൊക്കെ എടുത്ത് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട. ആ സമയങ്ങളിലെല്ലാം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യുക. അതല്ലെങ്കിൽ സർവമംഗളമംഗല്യേ എന്നുള്ള ആ പ്രാർത്ഥന ജപിച്ചുകൊണ്ടേ ഇരിക്കുക. അതാണ് ചെയ്യേണ്ടത്. അതായത് പൊങ്കാല വാങ്ങുന്നിടം വരെ നമ്മൾ മറ്റ് വർത്തമാനങ്ങൾക്ക് പോകാതെ പരമാവധി സമയം ഈ പ്രാർത്ഥനയിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ നമ്മൾ അരി ഇടുന്നു, നമ്മൾ വെള്ളം തീ കത്തിച്ച് നമ്മൾ വെള്ളം തിളച്ച് അരി ഇടുന്നതിന് മുമ്പ് വരെ നമുക്ക് എന്തൊക്കെയാണോ ഭഗവതിയോട് പറയേണ്ടത്, അതായത് നമുക്ക് ചിലപ്പോൾ വലിയ നമ്മൾ ലൗകിക ജീവിതത്തിൽ ജീവിക്കുന്ന ആളുകളാണല്ലേ, അല്ലാതെ നമ്മൾ സന്യാസിമാരൊന്നുമല്ല. അപ്പം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. നമുക്കൊരു ജോലി കിട്ടുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് മാറുന്നതായിരിക്കാം, വീട് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ നമുക്ക് കാണും. അപ്പോൾ നമ്മൾ അരി ഇടുന്നിടം വരെ നമ്മൾ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ദേവിയോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക. ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മൾക്ക് പിന്നെ വേറെ ആരോടാണ് പറയാനുള്ളത്? നമ്മൾ ഭഗവതി അല്ലെങ്കിൽ ഭഗവാനോടല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന ഈ ഭൂമിയിൽ മറ്റാരുമില്ല. ഇനി ആരൊക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ധൈര്യപൂർവ്വം നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്നത് സർവേശ്വരനോട് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അമ്മ മഹാമായയോട് മാത്രമേ ഉള്ളൂ. അത് വിശ്വസിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഈ പ്രാർത്ഥനയോട് കൂടി തന്നെ ഈ അരി ഇടുന്നിടം വരെ പറയുക. അരി ഇട്ടതിന് ശേഷം പിന്നെ പരാതിയും പരിഭവം ഒന്നും വേണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് അരി തിളച്ചു തൂകുമ്പോൾ ദേവിയെ, ആ സമയത്ത് നമ്മൾ ദേവിയെ പ്രകൃതീകരിക്കണം. അതാണ് വേണ്ടത്. ആ സമയത്ത് നമുക്ക് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമസ്തുതേ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഭഗവതിയെ പ്രാർത്ഥിക്കാം, ഭഗവതിയുടെ നാമങ്ങളൊക്കെ ഉച്ചരിക്കാം, ഭഗവതിയെ പ്രകൃതീകരിക്കാം. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായോ? ഒരു 3 ഘട്ടമാണ്. അതായത് നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഗണപതിക്ക് വെക്കണം കേട്ടോ. അതെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഗണപതി ഒരുക്ക് വെക്കണം. നമ്മളൊരു കുഞ്ഞു വിളക്കൊക്കെ വെച്ച് അതിൻ്റെ മുമ്പിൽ നമ്മൾ ഗണപതി ഒരുക്കെന്ന് പറഞ്ഞ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമല്ലോ, അത് മേടിച്ച് നിങ്ങൾ വെക്കണം. അത് വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരാനായിട്ട്. കാരണം ഗണപതി എല്ലാ വിഘ്നങ്ങളും മാറി നമുക്ക് നമ്മുടെ പൊങ്കാല ഭംഗിയായി സമർപ്പിക്കണ്ടേ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്, ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അത് കണ്ടിട്ടുണ്ട്. ഞാൻ വരുമ്പോഴൊക്കെ എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. ഈ ഗണപതി അവർക്ക് കൊണ്ടുപോകില്ല, അതവിടെ റോഡിലിട്ടിട്ടങ്ങ് പോകും. പൊങ്കാല കലവും എടുത്ത് ബാഗിൽ വെച്ചിട്ട് ഇവരങ്ങ് പോകും.
ഗണപതി ഒരുക്ക് റോഡിൽ കിടക്കും. അതിങ്ങനെ അവിടെ കിടന്ന് മനുഷ്യരൊക്കെ ചവിട്ടി കാക്കയും പട്ടിയൊക്കെ കടിച്ച് പറിച്ച് കൊണ്ടുപോകുന്ന കാണാം. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ഗണപതി ഒരുക്ക് ശരിക്കും പറഞ്ഞാൽ അത് കഴിക്കാൻ പറ്റില്ല. കാരണം പൊടിയും പുകയും ഒക്കെ വീണിട്ട് അതിങ്ങനെ ആകെ ഒരു ചീത്തയായ രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. ശരിയാണ്, അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് പുകയൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളത് പൊതിഞ്ഞെടുത്തിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എന്തായാലും ഒരു ക്ഷേത്രക്കുളം കാണും. ആ ക്ഷേത്രക്കുളത്തിലെ മീനുകൾക്ക് കൊടുക്കാമല്ലോ, ആവല് മലരുമൊക്കെ. അതുങ്ങൾ തിന്നോളും. എന്തിനാണത് റോഡിലിട്ട് ഇങ്ങനെ ആളുകളെ കൊണ്ട് ചവിട്ടിപ്പിക്കുന്നത്? ഒരു കാരണവശാലും അത് ഇവിടെ ഇട്ടിട്ട് പോകരുത്. അത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോവുക. നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷ്യയോഗ്യമാണെങ്കിൽ നിങ്ങൾക്കത് ഭക്ഷിക്കാം. അതിൽ പഴമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും പ്രശ്നം വരില്ല. ആ പഴമൊക്കെ നമുക്ക് കഴിക്കാം. ബാക്കിയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് മീനുകൾക്ക് കൊടുക്കരുതോ? അതുങ്ങൾ ഭക്ഷിക്കട്ടെ. പറ്റുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഒരു പഴം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഴമൊക്കെ കഴിക്കാം. അതിനൊന്നും ദോഷമൊന്നുമില്ല. അത് നന്നായിട്ടൊന്ന് തുടച്ച്, പഴത്തൊലിക്കകത്തല്ലേ പഴം ഇരിക്കുന്നത്, ആ ഫ്രണ്ട് ഭാഗത്തിന് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ഭാഗം ഒന്ന് പിച്ചി കളഞ്ഞേച്ച് നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെ ചെയ്യാം. ബാക്കി നമുക്ക് മീനുകൾക്ക് കൊടുക്കാം. ഒരു കാരണവശാലും അതിങ്ങനെ റോഡിൽ വലിച്ചെറിഞ്ഞിട്ടിട്ട് പോകരുത്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ അരി ഇടുന്ന സമയം വരെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഭഗവതിയോട് പറഞ്ഞ്, ഞാൻ പൊങ്കാല സമർപ്പിക്കുകയാണ് ദേവി, എനിക്കിതൊക്കെ ഒന്ന്, എൻ്റെ ഈ വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റണേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അരിയിടാം. അതിനുശേഷം ദേവിയുടെ നാമങ്ങൾ പ്രാർത്ഥിക്കാം. അരി തിളച്ച് തൂവുന്ന സമയത്ത് നമുക്ക് തൊഴുകൈകളോടെ നിന്ന് ദേവിയെ പ്രകൃതീകരിക്കാം. അതിനുശേഷം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ, നാമം ചൊല്ലിക്കൊണ്ട് തന്നെ നമുക്ക് പിന്നെ ശർക്കരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വേവും. കാരണം അത്രയും ചൂടാണ്. കലത്തിനും നല്ല ചൂടായിരിക്കും, അന്തരീക്ഷത്തിനും നല്ല ചൂടായിരിക്കും, പെട്ടെന്ന് ആവും. നമുക്ക് മാറ്റി വെക്കാം, എല്ലാം അടച്ച് വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിരുന്ന് അപ്പുറത്തിരിക്കുന്ന ആളുകളോടൊക്കെ വർത്തമാനമൊക്കെ പറയാം, ആഹാരമൊക്കെ കഴിക്കാം. പക്ഷെ അത്രയും നേരം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ പരമാവധി സമയം പ്രാർത്ഥിച്ചിരിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ തളിക്കാൻ വരുന്ന സമയമാകുമ്പോൾ തളിക്കുക. ഇത് വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് ആഹാരം കഴിക്കാം. രാവിലെ സാധാരണ കുളിച്ച് നമ്മൾ പൊങ്കാല ഇടാനായിട്ട് പോകുകയാണ്. പൊങ്കാല ഇട്ടതിന് ശേഷമാണ് നമ്മൾ സാധാരണ ആഹാരം കഴിക്കുന്നത്. പൊങ്കാല ഇട്ടതിന് ശേഷം നമുക്ക് ആഹാരം കഴിക്കാം. തളിക്കുന്നിടം വരെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് പൊങ്കാല നമ്മളെല്ലാം അടച്ച് വെച്ചതിന് ശേഷം കഴിക്കാം. കലം നമ്മൾ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കുക. ഓട്ടയൊന്നും ഉള്ള കലമായിരിക്കരുത്. കുറച്ച് നേരം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വെച്ച് നോക്കണം. പിന്നെ പൊങ്കാല കലത്തിൽ നമ്മൾ ചന്ദനവും എല്ലാം കൊണ്ടൊന്ന് കലം ഒന്ന് അലങ്കരിക്കണം. അങ്ങനെ ഒരു ഭംഗിയോടുകൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പൊങ്കാല ഇടാനായിട്ട്. പൊങ്കാലയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു പൂക്കളുടെ ഒരു മാല കൊണ്ട് ആ പൊങ്കാലക്കലത്തിൻ്റെ അതിൻ്റെ വായ് ഭാഗത്തൊന്ന് കെട്ടി ഒന്ന് അലങ്കരിക്കാം. ചിലർ പൊങ്കാല ഇടുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ അലങ്കരിക്കാറുണ്ട്. അപ്പോൾ പക്ഷേ തീയൊക്കെ കൊണ്ടിട്ട് ഈ പൊങ്കാല കലത്തിൽ നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്ന പൂമാല കരിഞ്ഞു പോകും. അങ്ങനെ ആദ്യം തന്നെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ അതിന് ശേഷം ഒരു മാലയും കൂടെ നിങ്ങൾ എടുത്ത് വെച്ചിട്ട് നിവേദിക്കുന്നതിന് മുമ്പായിട്ട്, അതായത് വാങ്ങിയെല്ലാം വെച്ച് നമ്മുടെ പൊങ്കാലയൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും ഒരു നല്ല മാലയും കൂടെ കെട്ടി ഒരു ഭംഗിയായ രൂപത്തിൽ ദേവിക്ക് നമുക്ക് നൈവേദ്യം അർപ്പിക്കാം. തളിക്കാൻ വരുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പൊങ്കാല ഇടാം. പിന്നെ മറ്റൊരു കാര്യം, പീരീഡ്സ് ആയിരിക്കുന്നവർ 7 ദിവസം കഴിയാതെ പൊങ്കാല ഇടാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് വീട്ടിലിരുന്ന് ഭഗവതിയെ പ്രാർത്ഥിക്കാം. പുലവാലായ്മയുള്ളവരും പൊങ്കാല ഇടാൻ പാടില്ല. പക്ഷെ അവർക്കും പ്രാർത്ഥന വീട്ടിലിരുന്ന് ചെയ്യാം. പറ്റാത്തവർക്ക്, ഇപ്പോൾ തിരുവനന്തപുരത്ത് വരാൻ പറ്റാത്ത ആളുകൾ, ഇപ്പം എറണാകുളത്തോ കാസർഗോഡോ ഒക്കെ ഉള്ളവർ, ഒരുപാട് ആളുകൾ അവിടെ നിന്നും വരുന്നുണ്ട്. ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വിദേശ രാജ്യത്തുള്ളവർക്കൊക്കെ ഈ സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ പൊങ്കാല ഇടാം. ഇനി മുറ്റത്ത് പൊങ്കാല ഇടാൻ സാധിക്കാത്തവർ തലേദിവസം നമ്മുടെ അടുക്കളയെല്ലാം ശുദ്ധമാക്കി കഴുകി തുടച്ച് വൃത്തിയാക്കി നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ വൃത്തിയാക്കി നമുക്ക് നമ്മുടെ അടുക്കളയിലും പൊങ്കാല ഇടാം. ദേവിയുടെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് നമുക്ക് പൊങ്കാല ഇടാം. അവിടെ നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത്
നമ്മൾ ആ ശുദ്ധത്തോടും വൃത്തിയോടും കൂടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. തലേദിവസം നമ്മുടെ സ്ലാബും അടുക്കളയുടെ ഭാഗങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ വേണം. ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം. ആ രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല. ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്ന് ചെയ്യുക, ദേവിയെ വിളിച്ച് എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഒരുമാതിരി കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വ്രതം സാധാരണ 17-ാം തീയതി മുതൽ എടുക്കാം, അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ 3, 5, 7 ദിവസങ്ങളൊക്കെ എടുക്കാം. എന്തായാലും വ്രതത്തിലിരുന്ന് വേണം, തലേദിവസമൊക്കെ വ്രതത്തിലിരുന്ന് വേണം നമ്മൾ എടുക്കാൻ. തലേദിവസമൊക്കെ ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട്, അതായത് നമ്മൾ ഒരിക്കലെടുത്തിട്ട്, നമ്മൾ ഏകാദശിക്കൊക്കെ ഒരിക്കലെടുക്കുമല്ലോ, അപ്പോൾ തലേദിവസം ഒരിക്കലുണ്ണുക. അതായത് 24-ാം തീയതി ഒരു നേരം അരിയാഹാരം, ഉള്ളി വെളുത്തുള്ളിയൊക്കെ നിഷിദ്ധമാക്കിക്കൊണ്ട് 24-ാം തീയതി ഒരിക്കലുണ്ട് നമ്മളിരിക്കാം. 25-ാം തീയതി പൊങ്കാല ഇട്ടതിന് ശേഷം ആഹാരം കഴിക്കാം. ഇനി ഷുഗറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ രാവിലെ ഒരു ചായ എങ്ങാനും കുടിച്ചുകൊണ്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് പൊങ്കാല ഇടാം. വെറുതെ തലകറങ്ങിയൊന്നും വീടരുത്. അതൊക്കെ അവനവൻ്റെ യുക്തം പോലൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാണ് ആറ്റുകാൽ പൊങ്കാലയെ പറ്റി പൊതുവേ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ആറ്റുകാൽ ഭഗവതിയുടെ ഐതിഹ്യ കഥ നിങ്ങൾക്ക് അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ആ കഥ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പറയാം. അപ്പോൾ 25-ാം തീയതി പൂരം നാളിലാണ് പൊങ്കാല ഇടുന്നത്. എല്ലാവരും വരണം, തിരുവനന്തപുരത്ത് വരണം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പൊങ്കാല ഇടുക, ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. കാരണം അത്രത്തോളം സംവിധാനങ്ങളൊക്കെയാണ് ഒരുക്കുന്നത്. ഒരുപാട് സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ട്. പറ്റുന്നവരൊക്കെ വന്ന് പൊങ്കാല ഇടുക. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് പിന്നെയും വന്നിരിക്കും. അത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ ഉത്സവ സമയത്ത്, അതായത് 17-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണല്ലോ ഉത്സവമുള്ളത്. ഏതെങ്കിലും ഒരു ദിവസം വന്ന് ദേവിയെ ഒന്ന് തൊഴുന്നത് വളരെ നല്ലതാണ്. ഈ പൊങ്കാല ഇടുന്നവരെല്ലാവരും, അല്ലെങ്കിൽ ഇടാൻ സാധിക്കാത്ത എല്ലാവരും 17-ാം തീയതി മുതൽ നിർബന്ധമായും ലളിതാ സഹസ്രനാമം ജപിച്ചു തുടങ്ങണം. അതുപോലെ ദുർഗാ സപ്തശ്ലോകിയും ജപിക്കണം. കാരണം ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതിന് തുല്യമാണ് ദുർഗാ സപ്തശ്ലോകി. അതും ജപിക്കുക. ഒരു നേരം ദുർഗാ സപ്തശ്ലോകി ജപിച്ചിട്ട് മറ്റേ നേരം നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാം. അത് വളരെ വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഈ ആറ്റുകാൽ അമ്പലത്തിലെ പറ്റി ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. എനിക്ക് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുകയാണ് തിരുവനന്തപുരത്ത്. ആ സമയത്ത് ഇങ്ങനെ പൊങ്കാല വന്നു. എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ റൂംമേറ്റ്സൊക്കെ ദൂര സ്ഥലങ്ങളിലുള്ളവരാണ്. അപ്പോൾ 2-3 ദിവസം അവധിയുണ്ട്. എൻ്റെ ഹോസ്റ്റലിലെ റൂംമേറ്റ്സ് എല്ലാവരും വീട്ടിൽ പോയി. അപ്പോൾ എനിക്ക് പൊങ്കാല ഇടണം. ഞാനപ്പോൾ കുറച്ച് ആളുകളോടൊക്കെ ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ കൂടെയൊക്കെ ഞാൻ വന്നിരുന്ന് പൊങ്കാല ഇടട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവ് പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാ വെറുതെ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കരുതി ഞാൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ വാതിക്കൽ ഒരു കടയുണ്ട്. ആ കടയിൽ ഒരു അപ്പൂപ്പനോട് ചെന്ന് ചോദിച്ചു. കാരണം നമ്മൾ ഈ സ്ഥലം ബുക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ, ഒന്നാമത് നഗരമധ്യമാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. അപ്പോൾ സ്ഥലം ബുക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ സ്ഥലം കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഈ പലർക്കും ബുദ്ധിമുട്ട്. ഇവർക്ക് എൻ്റെ ഈ സ്ഥലവും കൂടെ നോക്കി വെച്ചേക്കാനൊന്നും ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ ഈ അപ്പൂപ്പനോട് ചെന്ന് കണ്ട്, അപ്പൂപ്പ ഈ കടയുടെ വാതിക്കൽ ഞാൻ ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ, അതിനെന്താ മോളെ, ഇവിടെ ഇട്ടോളൂ, എൻ്റെ വീട്ടുകാരൊക്കെ ഇവിടെയാണ് ഇടുന്നത്, അപ്പോൾ എനിക്ക് സ്ഥലം വേറെ ആരും കൊണ്ടുപോകാതെ നോക്കുമോ, അതിനെന്താ ഞാൻ നോക്കിക്കോളാമെന്നൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിന് സ്ഥലമൊക്കെ കണ്ടെത്തി വെച്ചു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ആരുമില്ല, എനിക്ക് കൂട്ടാൻ ആരുമില്ല. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴാം തലേ ദിവസം. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, അയ്യോ ഇന്ന് പോയാൽ പറ്റില്ല, ഭയങ്കര തിരക്കാണ്, അമ്പലത്തിനകത്തോട്ടൊന്നും കയറാൻ പറ്റില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ പലരെയും ഞാൻ കൂട്ടു വിളിച്ചു, എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ആരും വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആരും വരണ്ട, അമ്പലത്തിനകത്ത് കയറി തൊഴാനൊന്നും പറ്റിയില്ലെങ്കിൽ സാരമില്ല, ഞാൻ പുറത്ത് നിന്ന് ആ മണ്ണിലൊന്ന് പോയി നിന്ന് ഗോപുരമൊക്കെ കണ്ട് തൊഴാലോ എന്ന് വിചാരിച്ചു. ഇത് കുറേ നാളത്തെ മുമ്പത്തെ കഥയാണ് കേട്ടോ ഞാനീ പറയുന്നത്. അങ്ങനെ ഞാൻ റോഡ് ക്രോസ് ചെയ്ത സമയത്ത്, റോഡിങ്ങനെ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുക. അപ്പോൾ ആ സമയത്ത് കിഴക്കേക്കോട്ട ബസ്, ഈസ്റ്റ് ഫോർട്ടിലേക്കുള്ള ബസ് ഇങ്ങനെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്യാനായിട്ട് നിന്ന സമയത്ത് എൻ്റെ അമ്മ എന്നെ ഫോൺ ചെയ്തു. അപ്പോൾ ആ ഫോൺ എടുത്ത് സംസാരിച്ചുകൊണ്ട് ഞാനപ്പോൾ ആ ക്രോസ് ചെയ്യുന്നതിന് ഫോൺ സംസാരിച്ചുകൊണ്ട് നിന്നു. ക്രോസ് ചെയ്യാനൊന്ന് താമസിച്ചു. ആ സമയത്തേക്ക് ഒരു ബസ് അങ്ങ് പോയി. അപ്പോഴേക്കും ഞാൻ അതിനുശേഷം ഈ അമ്മയെ ഫോൺ എടുത്തിട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി. അപ്പോൾ ആദ്യത്തെ ബസ് പോയല്ലോ, അപ്പോൾ രണ്ടാമത്തെ ബസ് വരാനായിട്ട് ഒരു ശകലം താമസം എടുത്തു. അപ്പോൾ ആ സമയത്തേക്ക് വേറൊരു ആൻറ്റി എൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു, മോളെ ഈ ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോകുന്നതിനായിട്ട് ഈ ഈസ്റ്റ് ഫോർട്ട് ബസ്സിൽ കയറിയാൽ മതിയോ? ഞാൻ പറഞ്ഞു, ആൻറ്റി ഈസ്റ്റ് ഫോർട്ട് ബസ്സിൽ കയറിയിട്ട് ഈസ്റ്റ് ഫോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് ആറ്റുകാലേക്ക് പോകാൻ ഇഷ്ടംപോലെ ബസ് ഉണ്ടോയെന്ന് പറഞ്ഞു. ഞാനും അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, എനിക്കൊരു കൂട്ടില്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, അതിനെന്താ മോളെ, നമുക്ക് രണ്ടുപേർ കൂടെ പോകാം, ഞാനും ഒറ്റയ്ക്കാണ്, എനിക്കും കൂട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തിരുവനന്തപുരത്തേക്ക് താമസത്തിന് വന്ന സമയമാണ്. എന്നെ ഹോസ്റ്റലിൽ നിൽക്കുകയാണ്, പഠിക്കുകയാണ് ആ സമയത്ത്. അപ്പോൾ എനിക്കും ഇങ്ങനെ ഈ പൊങ്കാല ഇടാൻ ആ സമയത്ത് അതിനെപ്പറ്റി അത്രയ്ക്ക് വലിയൊരു ധാരണയൊന്നുമില്ല. അതിൻ്റെ തലേ ദിവസം ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ടൊന്നുമില്ല. അപ്പം എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയേയില്ല. അങ്ങനെ ആളുകളൊക്കെ പറഞ്ഞു കേട്ടത് വെച്ച് ഞാനങ്ങ് പോവുക. തിരുവനന്തപുരത്ത് കുറച്ച് നാളുകൊണ്ട് താമസിക്കുന്നുണ്ടല്ലോ, ആ ഒരു ധൈര്യത്തിൽ അങ്ങ് പോവുക. അപ്പോൾ കൂട്ട് പലരെയും വിളിച്ച് വന്നില്ല. അപ്പോഴാണ് ഈ ആൻറ്റിയെ കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞു, ആൻറ്റി അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ബസ്സിൽ കയറി ഈസ്റ്റ് ഫോർട്ടിൽ ഇറങ്ങി. അപ്പോൾ ഈസ്റ്റ് ഫോർട്ടിൽ ഇറങ്ങി ഒപ്പം തന്നെ നിറയെ വണ്ടി ആറ്റുകാലേക്ക് പോകാനായിട്ട് വരുന്നുണ്ട്. വണ്ടി നിറയുന്നതിനനുസരിച്ച് വിട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഞങ്ങൾ ആറ്റുകാൽ ബസ്സിന് കയറിയപ്പോൾ അപ്പോൾ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, ആൻറ്റി നമുക്ക് തൊഴാൻ പറ്റുമോ, ഭയങ്കര ക്യൂ ആണെന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും ഈ ആൻറ്റി എന്നോട് പറയുന്നത്, ഈ ആൻറ്റി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ആൻറ്റിയാണ്. ഈ ആൻറ്റിക്ക് കമ്മീഷണർ ഓഫീസിലാണ് ജോലി. അപ്പോൾ ആൻറ്റി എന്നോട് പറയുകയാണ്, എനിക്ക് അവിടെയാണ് ജോലി, അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അപ്പോൾ കമ്മീഷണർ ഓഫീസിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൻറ്റിയാണല്ലോ ഈ ആൻറ്റി, അപ്പോൾ ഒരുപാട് പോലീസുകാരെ പരിചയമുണ്ട്, നമുക്ക് പരിചയമുള്ള ആരെങ്കിലും പോലീസുകാരെ കാണുവാണെങ്കിൽ നമ്മളെ കയറ്റി വിടും എന്ന് പറഞ്ഞു. ആണോ എന്ന് ഞാൻ ആൻറ്റിയോട് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അതിനുശേഷം ഞങ്ങൾ അവിടെ ചെന്നു. സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ അവിടെ ചെന്നിട്ട് അപ്പോൾ അവിടെ ചെന്ന് അങ്ങോട്ട് ബസ് ഇറങ്ങി അങ്ങോട്ട് നടന്നപ്പോൾ തന്നെ ഈ ആൻറ്റിക്ക് പരിചയമുള്ള പോലീസുകാരാണ് അവിടെ ഉള്ളവരെല്ലാം. കാരണം കമ്മീഷൻ ഓഫീസിലെ സ്റ്റാഫാണല്ലോ ഈ ആൻറ്റി. അന്നേരം പറഞ്ഞു, വരൂ മാഡം എന്നും പറഞ്ഞ് ഈ ആൻറ്റിയെ വിളിച്ചുകൊണ്ടങ്ങ് പോയി. കൂട്ടത്തിൽ ഞാനും. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഭഗവതിയെ സാക്ഷി നിർത്തി. ആ സമയത്ത് ഞങ്ങളവിടെ ചെന്നപ്പോൾ രണ്ടു വശത്തും ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് ക്യൂ ഉണ്ട്. ഞങ്ങളിങ്ങനെ നേരെ ആ ക്യൂ ഒന്ന് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പോകുന്നു. പോലീസുകാർ ഞങ്ങളെ കൊണ്ടുപോകുന്നു. അതിനുശേഷം ദേവിയുടെ നട ആ സമയത്ത് അടച്ച് ഇട്ടിരിക്കുകയാണ്. ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൽ. ക്യൂ ഇങ്ങനെ ആളുകൾ ദീപാരാധന തൊഴാൻ വേണ്ടിയിട്ട് ആ ക്യൂ ഇങ്ങനെ നിന്ന് ദേവിയുടെ നട വരെ വന്നിങ്ങനെ സ്റ്റോപ്പായി നിൽക്കുകയാണ്. കാരണം ക്ഷേത്രനട അടച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ രണ്ട് വശത്തും ഇങ്ങനെ ക്യൂവിൽ ആളുകൾ നിൽപ്പുണ്ട്. ഞങ്ങളെ ഈ നടുഭാഗത്തേക്ക്, അതായത് ക്യൂ ഒന്നും ഇല്ലാതെ ഈ VIP കയറ്റി വിടുന്നത് പോലെ ഈ പോലീസുകാരൻ വന്നിട്ട് ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് നടുക്ക്. എനിക്കാണെങ്കിൽ സത്യം നാണക്കേട് വരുന്നോ അതോ കരച്ചിൽ വരുന്നോ, ആളുകളൊക്കെ ഞങ്ങളെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ ആൻറ്റിക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം ആൻറ്റി ആ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നില്ല. അപ്പം ഞാനിങ്ങനെ കൂടെ നിൽക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽ വരികയാണ്. ആളുകളൊക്കെ എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ എന്തോ, അപ്പോൾ ഇവരുടെ വിചാരം എന്താണ്, ആരോ വലിയ ആളുകളാണ് ഇതേ പോലീസൊക്കെ കൊണ്ടുവന്നു, പോലീസുകാരനും ഞങ്ങളോട് നിൽപ്പുണ്ട്, അപ്പോൾ ഏതോ വലിയ പൊസിഷനിലുള്ള ആളുകളാണ്, അതുകൊണ്ടാണ് നടുക്ക് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്, ആരും ഒന്നും മിണ്ടുന്നുമില്ല. അങ്ങനെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് തൊഴാം. ഈ നടുക്ക് നിൽക്കുകയാണ്, രണ്ട് വശത്തും ക്യൂ ഉണ്ട്, നടുഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഒതുങ്ങി നിന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നട തുറന്നു. ഞാൻ തൊഴുതു. സത്യമാണ്, എനിക്ക് എന്തോരം സന്തോഷവും കരച്ചിലും. ഇപ്പോഴും ഞാനത് ഓർക്കുമ്പോൾ എനിക്ക് അത്യധികമായ സന്തോഷമാണ് തോന്നുന്നത്. എന്തോ ഒരു അഭിമാനം പോലൊക്കെ എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ എൻ്റെ ഹോസ്റ്റലിലുള്ള ഒരുപാട് കുട്ടികളോട്, മറ്റുള്ളവരോടൊക്കെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരുമോ, അല്ലെങ്കിൽ എന്നെ അവിടെ ഇരുത്തുമോ എന്നൊക്കെ, പൊങ്കാല ഇടാൻ നിങ്ങളുടെ കൂടെ എന്നെ ഇരുത്തുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ആരും, ആ സമയത്തെ ഒരു തിരക്കും ബഹളമൊക്കെ കൊണ്ടായിരിക്കും എല്ലാവരും അങ്ങ് ഒഴിവായി. ചിലപ്പോൾ അത് ദേവി കേട്ട് കാണും, അല്ലെങ്കിൽ ദേവി കണ്ടു കാണും എൻ്റെ ആ സങ്കടം. അങ്ങനെ ആണെങ്കിലാണ് ദേവി തന്നെയല്ലേ എന്നെ ആ ആൻറ്റിയെ കാണിച്ചു തന്നത്. കാരണം എൻ്റെ അമ്മ ആ സമയത്ത് ഫോൺ വിളിച്ചില്ലായിരുന്നെങ്കിൽ
ഞാൻ അതിനു മുമ്പ് ആ റോഡ് ക്രോസ് ചെയ്ത് ആ മുമ്പേ വന്ന ബസ്സിന് കയറിപ്പോയേനെ. അമ്മ ഉടനെ ആ സമയത്ത് ഫോൺ വിളിച്ചതുകൊണ്ടാണ് എനിക്കൊരു 5 മിനിറ്റ് ഇപ്പുറത്ത് നിന്ന് സംസാരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് താമസിച്ചത് ഞാൻ ക്രോസ് ചെയ്യാൻ. അപ്പോഴേക്കാണ് ആ ആൻറ്റി വന്നത്. അതുകൊണ്ടല്ലേ എനിക്ക് ആ ആൻറ്റിയെ കാണാൻ പറ്റിയതും ഇങ്ങനെ പോയി, എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ തൊഴാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, അങ്ങനെ പോയി തൊഴുതതും. അപ്പോൾ ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ട് എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അതോടുകൂടി ഞാൻ പിന്നെ എല്ലാ പൊങ്കാലയിടും. എൻ്റെ പ്രാർത്ഥനകളൊക്കെ ഭഗവതി കേട്ടിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ധാരാളം ഓർമ്മകളുടെ ഒരു ദിവസവും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഭഗവതിയെ പ്രാർത്ഥിക്കുക. അമ്മയാണ് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം കേൾക്കും. അതുകൊണ്ടാണ് ഓരോ വർഷവും പൊങ്കാലയ്ക്ക് ആളുകൾ കൂടി വരുന്നത്. വരാൻ പറ്റാത്തവരൊക്കെ അവരവരുടെ വീട്ടുമുറ്റത്ത് പൊങ്കാല ഇടുക, അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ പൊങ്കാലയിട്ട് ദേവിയെ പ്രാർത്ഥിക്കുക. അടുത്ത വർഷമെങ്കിലും വന്ന് തൊഴാനും പൊങ്കാലയിടാനും പറ്റണമേ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കുക. കഥ ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി, ഞാൻ കഥ ഇടാം. എല്ലാവരും 17-ാം തീയതി മുതൽ ശുദ്ധാഹാരത്തിലിരിക്കാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ.